بسم الله الرحمن الرحيم يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സ്വാലിഹായ ഒരമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹത്തായ ഈ ഇൽമിന്റെ മജ്ലിസിൽ സംഗമിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഓരോരുത്തരെയും ഒത്തൊരുമിപ്പിക്കുമാറാകട്ടെ. വ്യവസായവൽക്കരിക്കപ്പെടുന്ന ആത്മീയത എന്ന ടൈറ്റിലിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പരിപാടിയിലാണ് നാം ഓരോരുത്തരും ഇപ്പോൾ ഒത്തൊരുമിച്ചിട്ടുള്ളത്. വിശുദ്ധ ഇസ്ലാം എന്തുകൊണ്ട് വ്യതിരിക്തമാകുന്നു എന്നതിനെ സംബന്ധിച്ച് ഉദ്ഘാടന ഭാഷണത്തിലൂടെ നാം ഓരോരുത്തരും വ്യക്തമായി മനസ്സിലാക്കുകയുണ്ടായി. ലോക ചരിത്രം പരിശോധിച്ചാൽ മതരംഗത്ത് രണ്ടുതരം ചിന്താധാരകൾ നിലനിന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, പ്രവാചകന്മാർ പഠിപ്പിച്ച സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ചൂഷണമുക്തമായ നേരായ സിറാത്തുൽ മുസ്തഖീമിന്റെ പാതയാണ്. അതിന് നേരെ ബദലായി, ഓപ്പോസിറ്റായി
മതരംഗത്തു തന്നെ നിലനിന്ന ഒരു ചിന്താധാരയാണ് പൗരോഹിത്യം എന്നത്. ചൂഷണത്തിൽ അധിഷ്ഠിതമായ, അപ്രകാരം തികച്ചും ഭൗതിക മാനദണ്ഡത്തിൽ വാർത്തെടുക്കപ്പെട്ട പൗരോഹിത്യത്തിന്റെ ചിന്താധാര മതരംഗത്തു തന്നെ നിലനിന്നു പോന്നിട്ടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ പൗരോഹിത്യത്തെ കണിശമായി എതിർക്കുകയും ഇസ്ലാമിൽ പൗരോഹിത്യത്തിന് യാതൊരുവിധ സ്ഥാനവുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസിദ്ധവും സുപരിചിതവുമായ ഒരു വാചകം നമുക്കെല്ലാവർക്കും അറിയാം. ലാ റുഹ്ബാനിയത ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല എന്ന് പറയുന്നത് പൗരോഹിത്യത്തിൻ്റെതായ ഒരു നിലപാടുകളോടും ഇസ്ലാമിന് യോജിപ്പില്ലാത്തത് കൊണ്ടാണ്. ഇസ്ലാം ഏതൊരു കാര്യം ജനങ്ങളെ പഠിപ്പിക്കുന്നുവോ അതിനെതിരായ നിലപാടാണ് പൗരോഹിത്യം സ്വീകരിച്ചത് എന്നതുകൊണ്ടാണ്. ഈ വ്യതിരിക്തത നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അവർ സ്വീകരിച്ച നിലപാടുകൾ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏടുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ ഐഹിക ലോകത്ത് പ്രവർത്തിക്കുക വഴി ലക്ഷ്യം വെക്കുന്നത് ഐഹിക ലോകത്തിന്റെ നേട്ടങ്ങളോ ഈ ലോകത്തെ സുഖജീവിതമോ അപ്രകാരം തന്നെ ഐഹിക ലോകത്തിന്റെ ആഡംബരങ്ങളോ അല്ല. നേരെമറിച്ച് പ്രവാചകന്മാർ പരിശുദ്ധമായ വിശുദ്ധ ഇസ്ലാമിന്റെ സത്യസന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക വഴി നാളെ പാരത്രിക ലോകത്ത് താനും അതോടൊപ്പം തന്നെ തന്റെ അഭിസംബോധിതരും ഒരുപോലെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരാണ്. പ്രവാചകന്മാരുടെ നിലപാടുകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആൻ അതിനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കറിയാം, സൗന്ദര്യത്തിന്റെ പ്രതീകമായ അസീസ് രാജാവിന്റെ കീഴിൽ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്ന മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്? റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്. അല്ലാഹുവേ, എനിക്ക് അധികാരത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ എനിക്ക് നൽകുകയുണ്ടായി. നീ വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്, നീ എനിക്ക് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തരികയുമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായി നൽകിയ രണ്ട് നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം എടുത്തു പറയുകയാണ്. ഒന്നെനിക്ക് അധികാരം നൽകി, എന്നെ മന്ത്രിയാക്കി. അതോടൊപ്പം തന്നെ സ്വപ്ന വ്യാഖ്യാനം എനിക്ക് പഠിപ്പിച്ചു തന്നു. ഇനി എനിക്ക് എന്താണ് അഭിലഷിക്കാനുള്ളത്, ആഗ്രഹിക്കാനുള്ളത്? മറ്റൊന്നുമല്ലത്, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കണേ റബ്ബേ. നാളെ സ്വാലിഹികളോടൊപ്പം എന്നെ ഒരുമിച്ച് കൂട്ടണം. മുസ്ലിമായി മരിക്കണം എന്നതാണ് എന്റെ അഭിലാഷം. നാളെ പാരത്രിക ലോകത്ത് സ്വാലിഹികളോടൊപ്പം ഒത്തൊരുമിക്കണം എന്നതാണ് എന്റെ അഭിലാഷം. ആ അഭിലാഷം മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം എടുത്തു പറയുമ്പോൾ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഐഹിക ലോകത്ത് അവർ ഏറ്റവും അധികം കൊതിച്ചത് എന്തായിരുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണത്. ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു പളവളപ്പ് കൊണ്ട് ഒരിക്കലും അവർ തൃപ്തരായില്ല. അതിനപ്പുറം നാളെ പാരത്രിക ലോക വിജയത്തെ അവർ ലക്ഷ്യം വെച്ചു. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചുകൂട്ടുന്ന ഘട്ടത്തിൽ ശത്രുക്കൾ അങ്ങോട്ട് പോലും കടന്നു വരികയാണ്.
അഭയാർത്ഥിയായി മറ്റൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ പോലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത ആ അവസ്ഥയിൽ തന്നെയും തന്നോടൊപ്പമുള്ളവരെയും തന്റെ നാട്ടുകാരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടങ്ങുകീറാൻ പോകേണ്ടി വന്നു. അതിനെ സംബന്ധിച്ച് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൽ ഖന്ദഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖന്ദഖിലേക്ക് പുറപ്പെട്ടു. ഫഇദൽ മുഹാജിറൂന വൽ അൻസാർ യഹ്ഫിറൂന ഫീ ഗദാത്തിൻ ബാരിദ. ആ ഘട്ടത്തിൽ പ്രവാചകനോടൊപ്പം മുഹാജിറുകളുണ്ട്, അൻസാറുകളുണ്ട്. മരം കോച്ചുന്ന തണുപ്പത്ത്, ആ തണുത്തുറഞ്ഞ ആ പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിനെയും കൊണ്ട് ഖന്ദഖിലേക്ക് പോവുകയാണ്. ഫലം യകുൽ ലഹും അബീദുൻ യഅമലൂന ദാലിക ലഹും. ആ ഘട്ടത്തിൽ അവർക്ക് വേണ്ടി പണിയെടുക്കുവാൻ, അവർക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, കിടങ്ങുകീറുവാൻ അടിമകൾ കൂടെയുണ്ടായിരുന്നില്ല. അടിമകളെ സഹായത്തിന് ഉപയോഗിച്ചിരുന്ന, അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഒരടിമ പോലും കൂടെയില്ലാതെ കയ്യിൽ കൈക്കോട്ടുമായി പിക്കാസുമായി പ്രവാചകനും സഹാബത്തും ഖന്ദഖിലേക്ക് പോവുകയാണ്. ആ തണുത്ത പ്രഭാതത്തിൽ ഖന്ദഖിന്റെ കിടങ്ങി കീറിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ സഹാബത്തിനെ ഒന്ന് നോക്കുകയാണ്. തന്റെ അനുചരന്മാരെ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് സഹിക്കാൻ കഴിയാതെ, മുതുകല്ല് നിവർത്തി നിൽക്കാൻ പോലും കഴിയാതെ വയറ്റത്തെ കല്ല് വെച്ച് കെട്ടിക്കൊണ്ടാണ് അവർ ഖന്ദഖിന്റെ കിടങ്ങു കീറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനം നൊന്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമുണ്ടായി. ആ ഘട്ടത്തിൽ പ്രവാചകൻ തന്റെ സഹാബത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ഉറക്കെ പാടി. എന്താ റസൂലുള്ള പാടിയതെന്നറിയുമോ? അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, അല്ലാഹുവേ, ഇന്നൽ ഐശ, ജീവിതം എന്ന് പറഞ്ഞാൽ, തീർച്ചയായും ജീവിതം എന്ന് പറഞ്ഞാൽ അത് പരലോക ജീവിതമല്ലാതെയില്ല. യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ ആഖിറത്തിലെ ജീവിതമാണല്ലോ. യഥാർത്ഥ ജീവിതം നാളെ പാരത്രിക ലോക ജീവിതമാണല്ലോ. അതുകൊണ്ട് തന്നെ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ, അല്ലാഹുവേ, മുഹാജിറുകൾക്ക് നീ പുറത്തു കൊടുക്കണം, അൻസാറുകൾക്ക് നീ പുറത്തു കൊടുക്കണം. ഈ തണുത്ത പ്രഭാതത്തിൽ കൈക്കോട്ടും കയ്യിലേന്തി പിക്കാസും കയ്യിലേന്തി ഖന്ദഖിന്റെ കിടങ്ങി കീറിക്കൊണ്ടിരിക്കുന്ന മുഹാജിറുകൾക്ക് നീ പുറത്തു കൊടുക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എടുത്തു പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ. ജീവിതം എന്ന് പറഞ്ഞാൽ അത് നാളെ പാരത്രിക ലോകത്തെ ജീവിതമാണല്ലോ യഥാർത്ഥ ജീവിതം. അതുകൊണ്ട് മുഹാജിറുകൾക്ക് പുറത്തു കൊടുക്കണം, അൻസാറുകൾക്ക് പുറത്തു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ പാടുമ്പോ സഹാബത്ത് അത് കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ നിന്നുയർന്ന വാചകമാണത് എന്ന് മനസ്സിലാക്കിയിട്ട് സഹാബത്ത് അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. എന്താണ് സഹാബത്ത് നൽകിയ മറുപടി? നഹ്നുല്ലദീന ബയഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകരെ, ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. കാരണം ഞങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല. നഹ്നുല്ലദീന ബയഉ മുഹമ്മദാ, ഞങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ബൈഅത്ത് ചെയ്തവരാണ്, പ്രവാചകനുമായി കരാർ ചെയ്തവരാണ്. ഏത് വിഷയത്തിൽ? അലൽ ജിഹാദി മാ ബഖീനാ അബദാ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ, ഞങ്ങളുടെ ജീവന്റെ അവസാന തുടിപ്പ് വരെ, ഞങ്ങളുടെ ആയുഷിന്റെ അവസാന സെക്കൻഡ് വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ബൈഅത്ത് കൊടുത്തവരാണ് ഞങ്ങൾ, പ്രവാചകനുമായി കരാർ ചെയ്തവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞങ്ങൾക്ക് വിശപ്പ് പ്രശ്നമല്ല, പട്ടിണി പ്രശ്നമല്ല. ഞങ്ങളും ലക്ഷ്യം വെക്കുന്നത് നാളെ പാരത്രിക ലോകത്തെ വിജയം മാത്രമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പാട്ടുപാടിക്കൊണ്ട് റസൂലുള്ളാഹിയെ അറിയിക്കുന്നു. ഈ രൂപത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ നിലപാട് വ്യക്തമാക്കി. ഒരു ചൂഷണവും അവിടെയില്ല, ഒരു ദുരാചാരവും അവിടെയില്ല, ഒരു അന്ധവിശ്വാസവും അവിടെയില്ല, ഒരു ദുരയും അവിടെയില്ല. നേരെ മറിച്ച് നിഷ്കളങ്കമായ ഇഖ്ലാസോടുകൂടിയുള്ള പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിന്, ഈ നിലപാടിന് നേരെ എതിരായ നിലപാടാണ് ലോകത്ത് പൗരോഹിത്യം സ്വീകരിച്ചത്. പൗരോഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം പരലോകമല്ല പ്രശ്നം, നേരെ മറിച്ച് ഇഹലോകമാണ്. പൗരോഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തല്ല വിഷയം, ദുനിയാവാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൗരോഹിത്യത്തിന്റെ നിലപാട് ഖുർആനിൽ പറഞ്ഞു പഠിപ്പിച്ചു തന്നത്. ഒരു ഭാഗത്ത് പ്രവാചകന്മാരുടെ നിലപാട് പറഞ്ഞു,
പ്രവാചകന്മാരുടെ പ്രാർത്ഥന പറഞ്ഞു, സുലൈമാൻ നബിയുടെ പ്രാർത്ഥന പറഞ്ഞു, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പറഞ്ഞു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിത നിലപാട് പ്രഖ്യാപിച്ചു. എന്നാൽ ഇതിൽ നിന്ന് നേരെ എതിരായ ജീവിത നിലപാട്, അതാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. ആ നിലപാട് എന്തായിരുന്നു അവരുടെ ജീവിതത്തിന്റെ നിലപാട്? അല്ലാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ളവരെ, വിശ്വാസികളെ, ഇന്ന കതീറം മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. വിശ്വാസികളെ, ഈമാനുള്ളവരെ, പണ്ഡിത പുരോഹിതന്മാരിൽ അധികം ആളുകളും അഹ്ബാറുകളിൽ നിന്നും റുഹ്ബാനുകളിൽ നിന്നും ഭൂരിഭാഗം ആളുകളും, അഥവാ യഹൂദ ക്രൈസ്തവ പണ്ഡിത പുരോഹിതന്മാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ മുതൽ അന്യായമായി തിന്നുന്നവരാണ്. ആരെ വിളിച്ചാ ഇത് അല്ലാഹ് പറയുന്നത്? യഹൂദികളെ വിളിച്ചുകൊണ്ടല്ല, നസാറാക്കളെ വിളിച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഓർത്തിരിക്കണം, പണ്ഡിത പുരോഹിതന്മാരിൽ അധികം ആളുകളും ജനങ്ങളുടെ മുതൽ അന്യായമായി ഭുജിക്കുന്നവരാണ്. മാത്രമല്ല വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നവരുമാണ്. റബ്ബിന്റെ മാർഗത്തിൽ നിന്ന്, നേരായ വഴിയിൽ നിന്ന് അവർ ജനങ്ങളെ തടയുകയും ചെയ്യും. രണ്ട് ഉപദ്രവമാണ് പൗരോഹിത്യം ലോകത്ത് ചെയ്തത്. അതെന്താ? ഒന്ന്, ജനങ്ങളെ സത്യമാർഗത്തിൽ നിന്ന് തടയും. രണ്ട്, ജനങ്ങളെ ചൂഷണം ചെയ്യും. ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ പോക്കറ്റ് അടിക്കും. ഇത് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരിക്കലും ഇത് പ്രവാചകന്മാരുടെ നിലപാടല്ല, ഒരിക്കലും നബിമാരുടെ നിലപാടല്ല. പ്രവാചകന്മാരുടെ നിലപാട് വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, എത്രയോ തവണ വിശുദ്ധ ഖുർആൻ ആവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, പ്രഥമ പ്രവാചകൻ മുതൽ അന്തിമ പ്രവാചകൻ വരെ അവരുടെ ജീവിതത്തിൽ, അവരുടെ ദഅവത്തിൽ അവർ ഉറക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണത്? വിശുദ്ധ ഖുർആൻ പറയാണ്, അവ്വലുർ റസൂൽ എന്ന സ്ഥാനപ്പേര് കിട്ടിയ 950 കൊല്ലക്കാലം അല്ലാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് നടത്തി തൗഹീദ് പ്രഖ്യാപിച്ച മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ, തീർച്ചയായും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത പ്രവാചകന്മാരെ കളവാക്കിയവരാണ്, നബിമാരെ കളവാക്കിയവരാണ്. ഇത് ഖാല ലഹും അഖൂഹും നൂഹുൻ അലാ തത്തഖൂൻ. ആ ജനങ്ങളുടെ ഇടയിലേക്ക് നൂഹ് നബി അലൈഹിസ്സലാം, അവരുടെ സഹോദരനായ നൂഹ് അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ മനുഷ്യരെ? ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട അല്ലാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ്. അതുകൊണ്ട് ഫത്തഖുല്ലാഹ വഅതിഉ, ഞാൻ ഒരിക്കലും കളവ് പറയുന്ന ആളല്ല, ഞാൻ വിശ്വസ്തനാണ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയോടെ ജീവിക്കണം. വഅതിഉൻ, എന്നെ നിങ്ങൾ അനുസരിക്കണം. ഇത് പറഞ്ഞിട്ട് നൂഹ് നബി അലൈഹിസ്സലാം അതിനോട് ചേർത്ത് പറയുകയാണ്, വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ഞാൻ ഇത് നിങ്ങളോട് പറയുന്നതിന്റെ പേരിൽ ഒരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. എന്റെ പ്രതിഫലം അത് തരേണ്ടവൻ അല്ലാഹുവാണ്, റബ്ബാണ്. ഞാൻ ചൂഷണത്തിന് വന്ന ആളല്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് ആദ്യ കിമ്പളം കൈപ്പറ്റാൻ, കൈമടക്ക് വാങ്ങാൻ വന്നയാളല്ല. നേരെ മറിച്ച് എന്റെ പ്രതിഫലം തരേണ്ടത് റബ്ബാണ്, അല്ലാഹുവാണ്. ഞാൻ നിങ്ങളോട് ഇതിന്റെ പേരിൽ പ്രതിഫലം ചോദിക്കുന്നില്ലെന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു എന്ന് ഖുർആൻ പറയുകയാണ്. ഇത് നൂഹ് നബി മാത്രമല്ല, ആദ് സമൂഹത്തിലേക്ക് ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോഴും ഹൂദ് അലൈഹിസ്സലാം പറഞ്ഞുവെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറാ 123 മുതൽ 127 വരെയുള്ള ആയത്തുകളിൽ പറയുകയാണ്. അതുപോലെ തമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് സ്വാലിഹ് നബിയും ഇതേ കാര്യം ജനങ്ങളോട് പറഞ്ഞുവെന്ന് അതേ സൂറത്തിൽ തന്നെ 141 മുതൽ 145 വരെയുള്ള ആയത്തുകളിൽ പറയുകയാണ്. അതുപോലെ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനങ്ങൾക്കിടയിലേക്ക് കടന്നു വന്ന് ഇതേ കാര്യം തന്നെ ലൂത്ത് നബിയും ജനങ്ങളോട് പറഞ്ഞു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ അസ്ഹാബുൽ ഐക്കത്തിലേക്ക് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് ഇതേ കാര്യം തന്നെ ശുഐബ് നബിയും പറഞ്ഞു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ ചിലരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ കാര്യം പ്രവാചകന്മാർ ജനങ്ങളോട് പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു പഠിപ്പിച്ചിട്ട് അന്തിമ പ്രവാചകനായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്, വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറാ.
ഓ മുഹമ്മദ് നബിയെ, താങ്കൾ നാം ഒരു മുബശ്ശിറായിക്കൊണ്ട്, അഥവാ സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ട്, അതുപോലെ നദീറായിക്കൊണ്ട്, താക്കീതുകാരനായിക്കൊണ്ട് അല്ലാതെ അയച്ചിട്ടില്ല. താങ്കൾ തബ്ശീർ ചെയ്യുന്ന ആളാണ്, സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാണ്, സ്വർഗം കൊണ്ട് സുവാർത്ത അറിയിക്കുന്ന ആളാണ്, നരകം കൊണ്ട് താക്കീത് നൽകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കുൽ, ഓ നബിയെ, താങ്കൾ ജനങ്ങളോട് പറയണം, മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇല്ലാ മൻ ശാഅ അയ്യത്തഖിദ ഇലാ റബ്ബിഹി സബീലാ. ഞാൻ ഇത് ചെയ്യുന്നത് കൊണ്ട്, ഈ കാര്യം നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരുന്നത് കൊണ്ട് ഒരിക്കലും ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല. ഇതിന്റെ പേരിൽ ഞാൻ കൂലി ചോദിക്കുന്നില്ല. ഇതിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് കൂലി തരേണ്ടതുമില്ല എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ്. ഇത് നബിമാരുടെ നിലപാടാണ്, ഇത് പ്രവാചകന്മാരുടെ നിലപാടാണ്, ചൂഷണമുക്തമായ നിലപാട്. ആ നിലപാട് പ്രവാചകന്മാർ സ്വീകരിച്ചു. എന്നാൽ പുരോഹിതന്മാർ പ്രവാചകന്മാർ പഠിപ്പിച്ച മതത്തെ അവർ കച്ചവടവൽക്കരിച്ചു. പ്രവാചകന്മാർ പഠിപ്പിച്ച മതത്തെ കച്ചവടവൽക്കരിച്ചു. അതിനുവേണ്ടി സ്വന്തമായ നിയമങ്ങൾ ഉണ്ടാക്കി, മതത്തെ അവർ മാറ്റിമറിച്ചു. സ്വന്തം ഗ്രന്ഥങ്ങൾ അവർ എഴുതി ഉണ്ടാക്കി. വിശുദ്ധ ഖുർആൻ അത് പറയുകയാണ്, അവർ യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കരങ്ങൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ, അവർ പറയാണ് ഇത് അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണെന്ന്, ഇത് ദൈവികമാണെന്ന് അവർ പറയാണ്. അവർക്ക് ഇഷ്ടമുള്ളത് അവർ എഴുതി പിടിപ്പിക്കുക, അവർ പുതിയ സിദ്ധാന്തങ്ങൾ മെനഞ്ഞുണ്ടാക്കുക, തങ്ങൾ പുതിയ വാദഗതികൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് അതെല്ലാം ഒരു കിതാബിലേക്ക് എഴുതിയിട്ട് അവർ പറയും ഹാദാ മിൻ ഇൻദില്ലാ, ഇത് ദൈവികമാണ്, ഇത് ദൈവദത്തമാണ് എന്നവർ പറയാണ്. എന്തിനാ ഇവർ ഈ കൈക്രിയ ചെയ്യുന്നത്? എന്തിനാ പുരോഹിതന്മാർ മതത്തിൽ ഇടപെട്ടത്? എന്തിനാ പുരോഹിതന്മാർ ഇങ്ങനെ കിതാബ് എഴുതി ഉണ്ടാക്കിയത്? ലിയശ്തറൂ ബിഹി തമനൻ ഖലീലാ, തുച്ഛമായ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയാണ്, തുച്ഛമായ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലപാടിനെ വളരെ ശക്തമായി എതിർത്തുകൊണ്ട് പറഞ്ഞു, ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. സ്വന്തം കരങ്ങൾ കൊണ്ട് അപ്രകാരം ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കിയ നിമിത്തം അവർക്ക് നാശം, അത് വിറ്റ് സമ്പാദിച്ചത് മൂലവും അവർക്ക് നാശം. പുരോഹിതന്മാരുടെ നടപടികളെ വളരെ ശക്തമായിട്ടാണ് ഖുർആൻ ഖണ്ഡിച്ചത്. ഒരവസരവും അല്ലാഹുർക്ക് കൊടുത്തില്ല. വളരെ ശക്തമായി വിശുദ്ധ ഖുർആൻ അവരെ ഖണ്ഡിക്കുകയാണ്, അവർക്കെതിരെ സംസാരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ പൗരോഹിത്യത്തിന്റെ ഈ പ്രകടനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം, അവ്വലുർ റുസുൽ എന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ്. ആ സ്ഥാനപ്പേര് നേടിയ ആ പ്രവാചകൻ, നമുക്കറിയാം, ആ പ്രവാചകന് പുരോഹിതന്മാരെ നേരിടേണ്ടി വന്നു, പൗരോഹിത്യത്തെ നേരിടേണ്ടി വന്നു. ഏതൊരു പ്രവാചകനും നമുക്കറിയാം, ആ പ്രവാചകൻ കടന്നു വന്നാൽ അള്ളാഹുവിലേക്കാ വിളിക്കുക. അതാണ് പ്രവാചകന്മാരുടെ സവിശേഷത. പ്രവാചകന്മാർ അള്ളാഹുവിലേക്ക് വിളിക്കും. നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞത്, ഓ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, വത്തഖൂഹു, അവന് കീഴ്പ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി നിങ്ങൾ ജീവിക്കണം, വഅതിഊൻ, എന്നെ നിങ്ങൾ അനുസരിക്കണം. നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറയാൻ, നിങ്ങൾ അള്ളാഹനെ ആരാധിക്കണം, നിങ്ങൾ കടുത്ത അപരാധമാ ചെയ്യുന്നത്, നിങ്ങൾ പടപ്പുകളെ പൂജിക്കുന്നവരാണ്, ആ അപരാധത്തിൽ നിന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ റബ്ബ് നിങ്ങൾക്ക് ഭൗതികമായ ഐശ്വര്യങ്ങൾ തരും. ഇതൊക്കെ നൂഹ് നബി ജനങ്ങളെ പഠിപ്പിച്ചിട്ട് അള്ളാഹുവിലേക്ക് വിളിക്കുകയാണ്. മറുഭാഗത്ത് പൗരോഹിത്യം രംഗത്ത് വന്നു. അവരെങ്ങോട്ടാ വിളിച്ചത്? അവർ ജനങ്ങളെ വിളിക്കുന്നത് പടപ്പുകളിലേക്കാണ്. അതാണ് പ്രവാചകന്മാർ യദഊന ഇലല്ലാഹ്, അവർ അല്ലാഹുവിലേക്ക് വിളിക്കുന്നവരാണെങ്കിൽ, അതെ, ഈ പറയുന്ന പുരോഹിതന്മാർ അവർ മഖ്ലൂഖുകളിലേക്ക്, പടപ്പുകളിലേക്ക് വിളിക്കുന്നവരാണ്. അതുകൊണ്ട് നൂഹ് നബി ജനങ്ങളെ അല്ലാഹുവിലേക്ക് വിളിച്ചു. മറുഭാഗത്ത് പുരോഹിതന്മാർ കടന്നു വന്നിട്ട് അവര് പറഞ്ഞത്, ഖുർആൻ പറയാണ്, വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഊത വയഊക വനസ്റാ. ഖുർആൻ പറയാണ്. മറുഭാഗത്ത് പുരോഹിതന്മാർ വന്നിട്ട് പറഞ്ഞതോ, നിങ്ങൾ വദ്ദിനെ ഒഴിവാക്കരുത് എന്നാണ്, സുവായിനെ ഒഴിവാക്കരുത്, യഊസിനെ, യഊക്കിനെ, നസിറിനെ ഒഴിവാക്കരുത്. നിങ്ങൾ ഇതുവരെ ആരാധിച്ചു കൊണ്ടുവന്ന വദ്ദും സുബാവും യഊത്തും യഊക്കുമൊന്നും നിങ്ങൾക്ക് അന്യരായി പോകാൻ പാടില്ല. ഇതാണ് പുരോഹിതന്മാർ ജനങ്ങളോട് പറയുന്നത്. ഇതാണ് വ്യത്യാസം. ഇത് ലോകത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്രമാണ്. ഒരു ഭാഗത്ത് അള്ളാഹുവിലേക്ക് വിളിക്കുക, മറുഭാഗത്ത് പുരോഹിതന്മാർ പടപ്പുകളിലേക്ക് വിളിക്കുക, സൃഷ്ടികളിലേക്ക് വിളിക്കുക. ആ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആരാധനാ സമ്പ്രദായം ഉണ്ടാക്കിയെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട പ്രശ്നവും അതായിരുന്നല്ലോ. കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോ ആരാധിക്കപ്പെട്ട വിഗ്രഹങ്ങൾ ഒന്നായിരുന്നു ലാത്ത എന്ന വിഗ്രഹം. എങ്ങനെ ലാത്ത ഉണ്ടായത്? ഒരു പുരോഹിതന്റെ കൈക്രിയാണ്.
ഒരു പുരോഹിതന്റെ കൈക്രിയ കൊണ്ട് ലാത്ത എന്ന വിഗ്രഹമുണ്ടായി. എങ്ങനെ? ലാത്ത എന്ന് പറയുന്ന മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ്, സ്വാലിഹായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കുറെ ആടുകളുണ്ട്. ആടിനെ കറന്ന് അദ്ദേഹം പാലെടുത്ത് ഒരു പ്രത്യേകതരം അലീസയുണ്ടാക്കി ഹജ്ജിന് വരുന്ന ആളുകൾക്ക് കൊടുത്തിരുന്ന ഒരു നല്ല മനുഷ്യനാണ് ലാത്ത. എത്ര നല്ല മനുഷ്യനാണെങ്കിലും ഈ ലോകത്തിന് ഒരു നിയമമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മരിക്കണമെന്ന് തന്നെ. ലാത്ത കുറെ കാലം ജീവിച്ചു. കുറെ കാലം അദ്ദേഹം ഈ രൂപത്തിൽ സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ലാത്ത മരിച്ചുപോയി. ആളുകൾ അദ്ദേഹത്തെ കബറടക്കി. കുറെ കഴിഞ്ഞപ്പോഴാണ് അതെ ഒരാൾ, ഒരു പാതിരി, ഒരു പുരോഹിതൻ ആ വഴിക്ക് വന്നത്. അംർ ബിൻ ലുഹൈ എന്നു പേരുള്ള ഒരു പുരോഹിതൻ ആ വഴിക്ക് വന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, എവിടെ ലാത്ത? ലാത്ത എവിടെ? ലാത്തയെ കാണുന്നില്ലല്ലോ. ആളുകൾ പറഞ്ഞു ലാത്ത മരിച്ചുപോയി. ഇയാൾ പറഞ്ഞു, എന്താ നിങ്ങൾ പറയുന്നത്? ലാത്ത മരിക്കുകയോ? തീർച്ചയായും ലാത്തക്ക് മരണമില്ല. ലം യമുത്, ലാത്ത മരിക്കുകയില്ല, ലാത്ത മരിക്കുകയില്ല എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പൊ ആളുകൾ ചോദിച്ചു, പിന്നെ ലാത്ത എവിടെ പോയി? ലാത്ത മരിച്ചിട്ടില്ലെങ്കിൽ ലാത്ത എവിടെ പോയി? അപ്പൊ ഈ മൂലാരി പറഞ്ഞു, അല്ലെങ്കിൽ ഈ പുരോഹിതൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അതെ, യഖ്റുജു ഇല സഹ്റ, ലാത്ത കല്ലിനുള്ളിലേക്ക് കയറിപ്പോയതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതെന്താ? പുരോഹിതന്മാർക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം അങ്ങനെയാണ്. പുരോഹിതൻ പറഞ്ഞാൽ പിന്നെ ഒന്നും ചോദിക്കാൻ പാടില്ല. പിന്നെ മനുഷ്യന്മാര് മണ്ട കൊടുത്ത് ചിന്തിച്ചില്ല. കാര്യം എന്താ? ഒരിക്കലും ഇവര് ചോദിച്ചില്ല, അല്ല ലാത്തക്ക് കയറാൻ മാത്രം വിസ്തീർണ്ണ ഈ കല്ലിലില്ലല്ലോ, ചോദിച്ചില്ല. ഒന്നുകിൽ ഈ കല്ല് വലുതാകണം, അല്ലെങ്കിൽ ലാത്ത ചെറുതാകണം. അല്ലാതെ ഇതിന്റെ ഉള്ളിലേക്ക് ലാത്ത എങ്ങനെ കയറില്ല? ചോദിച്ചില്ല. ഇനി ലാത്തന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആ കയറിയ ആ ദ്വാരം എവിടെ ഉണ്ടാവുമല്ലോ, ഈ കല്ലിൽ ദ്വാരം എവിടെ? ആരും ചോദിച്ചില്ല. അംർ ബിൻ ലുഹൈ പറഞ്ഞു ലാത്ത കല്ലിനുള്ളിലേക്ക് കയറിപ്പോയി. അങ്ങനെ സമയനാവാത്തതിന അവര് പറഞ്ഞു, ആ എങ്കിൽ ലാത്ത കല്ലിന്റെ ഉള്ളിലുണ്ട്. ഉടൻ തന്നെ ഒരു വലിയ കെട്ടിടമൊക്കെ ഉണ്ടാക്കി. അവർ ആ കല്ലിനെ ആരാധിക്കാൻ തുടങ്ങി. കണ്ടോ, ഒരു പുരോഹിതന്റെ കൈക്രിയ. ആ കൈക്രിയ കൊണ്ടാണ് ലാത്ത എന്ന വിഗ്രഹം ഉണ്ടായത്. ലാത്തക്ക് മരണമില്ല എന്നയാൾ പ്രഖ്യാപിച്ചു. ലാത്ത കല്ലിനുള്ളിലേക്ക് കയറിപ്പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ആരാധിക്കപ്പെടുന്ന ഒരു പുതിയ വിഗ്രഹമുണ്ടായി. ഇങ്ങനെ കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ പഠിപ്പിച്ച തത്വത്തിന് വിരുദ്ധമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ടാണ് പൗരോഹിത്യം രംഗത്ത് വന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ലോകത്ത് ചരിത്രം ആവർത്തിക്കുകയാണ്. നമ്മളെല്ലാവരും എഴുത്തിലും അതുപോലെ പ്രസംഗത്തിലും പലപ്പോഴും കേൾക്കുന്നു, ചരിത്രം ആവർത്തിക്കുന്നു. അതെ, ചരിത്രം ഇവിടെ ആവർത്തിക്കുക തന്നെയാണ്. പുരോഹിതന്മാർ രംഗത്ത് വരുന്നു. എന്നിട്ടോ അവർ മതം ഉണ്ടാക്കാൻ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പറയുന്നത് ഇസ്ലാമാണ് എന്ന് വരുത്തി വെച്ചുകൊണ്ട് ആ പാമര ജനങ്ങൾ, പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാർ അവർ തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ വിഷയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച മതത്തെ തങ്ങളുടെ ഉദരപൂർത്തീകരണത്തിനുള്ള ഒരു വസ്തുവാക്കി മാറ്റുക എന്നതാണ് പൗരോഹിത്യം എക്കാലഘട്ടത്തിലും ചെയ്തിട്ടുള്ളത്. ഇന്നും അതിന് നടക്കുകയാണ്. നമുക്കറിയാം, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ ജീവിതത്തിൽ ആ പ്രവാചകൻ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ പ്രയാസകരമായ ജീവിതം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നയിക്കേണ്ടി വന്നു. ഷേബ് അബി ത്വാലിബിന്റെ മലഞ്ചെരുവിൽ പച്ചലയും പച്ചവെള്ളവും കഴിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. അവസാനം ആടുമാടുകൾ കാട്ടിക്കുന്നത് പോലെ കാട്ടിക്കേണ്ടി വന്ന അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സഹാബികളിൽ പല ആളുകളും നമുക്കറിയാം, അവർ ചെരുപ്പ് നിന്ന് ജീവിച്ച കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. സഹാബത്തിൽപ്പെട്ട ഒരു വ്യക്തി ആ കാലയളവിലെ തന്റെ അനുഭവം വിശദീകരിച്ചത്, രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് ഞാൻ മൂത്രമൊഴിക്കാൻ പോയിരിക്കുമ്പോൾ ഞാൻ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എന്റെ മൂത്രം പതിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ എന്റെ കൈ കൊണ്ട് തടവി നോക്കി, എവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്? എന്തോ എന്റെ കയ്യിലുടക്കി. ഞാൻ അത് എടുത്തു വെച്ചു. നേരം പുലരുന്നത് വരെ കാത്തിരുന്നു. സൂര്യകിരണങ്ങൾ ഭൂമിയെ തട്ടി തലോടിയപ്പോൾ ഞാൻ അതെന്താണ് എന്ന് നോക്കി. ആ വസ്തു എന്താണെന്ന് നോക്കിയപ്പോൾ ആരോ ഉപേക്ഷിച്ച തോലുകൊണ്ടുള്ളൊരു ചെരുപ്പായിരുന്നു അത്. തലേന്ന് രാത്രിയിൽ എന്റെ മൂത്രം പതിച്ച സ്ഥാനത്ത്, ആ സ്ഥാനത്ത് നിന്ന് ഞാൻ എടുത്തു വെച്ച വസ്തു ആരോ ഉപേക്ഷിച്ച ഈ തോലുകൊണ്ടുള്ളൊരു ചെരുപ്പായിരുന്നു. ആ ചെരുപ്പ് ഞാൻ കഴുകി വൃത്തിയാക്കി, അത് വെള്ളത്തിലിട്ട് ഞാൻ വെച്ചു. ആ ചെരുപ്പ് കുതിർത്തു. ആ ചെരുപ്പായിരുന്നു ദിവസങ്ങളോളം എന്റെ ഭക്ഷണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട ഒരു സഹാബി വിശദീകരിക്കുന്നുവെങ്കിൽ, ആരോ ഉപേക്ഷിച്ച തോലിന്റെ ചെരുപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തി റൊട്ടി തിന്നുന്നത് പോലെ അത് തിന്നുകൊണ്ട് ജീവിച്ച പ്രവാചകന്റെ സഹാബത്ത് അവർ അനുഭവിച്ച കഷ്ടതകൾക്ക് സമാനതകളില്ല. അവരനുഭവിച്ച പ്രയാസങ്ങൾക്ക് സമാനതകളില്ല. നമുക്കറിയാം, അവിടുന്ന് നാട് വിട്ട് വീടുപേക്ഷിച്ച് ബന്ധുമിത്രാദികളെ ഉപേക്ഷിച്ച് കച്ചവടം ഉപേക്ഷിച്ച് കയ്യിൽ കിട്ടിയ വസ്തുക്കളും എടുത്ത് തലയിലേറ്റ് അവർ നടന്നുപോയി മക്കയിൽ നിന്ന് മദീനയിലേക്ക്. ആ മക്കയുടെ ബൗണ്ടറിയിൽ പിടിച്ചു വെച്ചിട്ട്
കൊടുത്തിട്ട് ഖുറൈശി പ്രമുഖന്മാർ, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഒരു നയാ പൈസ പോലും കൊണ്ടുപോകാൻ പാടില്ല, ഇവിടെ നിന്ന് ഞങ്ങൾ അതിന് അനുവദിക്കുകയില്ല എന്ന് ഖുറൈശി പ്രമുഖന്മാർ പറയുമ്പോ കയ്യിൽ ഒതുക്കി പിടിച്ച സമ്പാദ്യത്തിന്റെ കെട്ട് ഖുറൈശി പ്രമുഖന്മാരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ആ സഹാബത്ത് കൈവീശി മദീനയിലേക്ക് നടന്നു നീങ്ങി. അങ്ങനെ മദീനയിൽ പോയി അവർ താമസിച്ചു. അവിടെയും സ്വസ്ഥതയില്ല, അങ്ങോട്ട് വന്ന് ആക്രമിക്കുവാനുള്ള നീക്കങ്ങൾ, അതുപോലെ അവരുടെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് കച്ചവടം നടത്തി അതുവഴി വീണ്ടും മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. പ്രവാചകൻ തിരിച്ചറിഞ്ഞു. അവസാനം അതിന്റെ പേരിൽ ബദറുണ്ടായി, ഉഹുദുണ്ടായി, ഹന്തക്കുണ്ടായി, ഹുനൈനുണ്ടായി, ഇങ്ങനെ പല യുദ്ധങ്ങളും നടന്നു. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈമാൻ വർദ്ധിക്കുന്ന, ഈമാൻ വിശ്വാസം വർദ്ധിക്കുന്ന, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവേശകരമായ പ്രവാചക ജീവിതത്തിലെ ആ ചരിത്രങ്ങളെ വിശ്വാസികൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഇസ്ലാമികമായ ചരിത്രങ്ങളെ പോലും ദുർവ്യാഖ്യാനിക്കുകയാണ് പുരോഹിതന്മാർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾ വരെ നടന്നതെന്തിനാ? ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ വിശദീകരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായി കേൾക്കാൻ കഴിയും. എന്താണ് അദ്ദേഹം പറയുന്നത്? കേൾക്കൂ. ഇപ്പൊ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയുന്നത്? അതെ അല്ലേ? ആണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അല്ലാക്ക ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിന് അബൂജാലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഠിന്നാണ് ജിബ്രീലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാലിനെ കൊല്ല? പിന്നെ അവിടെ ബദർ യുദ്ധം നടത്തി എന്തിന്? ഈ ദീന് പ്രയോഗിക്കാതെ അള്ളാഹുവിന് ഒന്നുമില്ലാതെ തന്നെ കഴിയൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കി എന്തേ? അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം. അതിന് തന്നെയാണ് അതൊക്കെ. അല്ലെങ്കിൽ അബൂജാലിനെ കൊല്ല ഇക്കണ്ട സാഹബത്തിന് എങ്ങനെ ഇറങ്ങാറാക്കണ്ട എന്താ ആവശ്യമുള്ളേ? പറച്ചോടിപ്പോ എന്തായാലും കഴിയുന്നില്ല. ഇപ്പൊ നമുക്ക് കണ്ടുകൂട്ടർക്ക് അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. കണ്ടോ ഇത്?